ഹായ്, നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷേ ഞാൻ ചെയ്ത വീഡിയോകളിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൻ്റായിട്ട് വന്നൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഉന്നയിച്ചൊരു വിഷയം, നടുവിൽ താവുന്ന വളവിൻ്റെ ഒരു വിഷയമാണ് അപകടം. അതെ, ഇന്ന് രാവിലെ പുലർച്ചെ ഏകദേശം 1 മണി സമയത്ത് ഒരു അപകടം കൂടെ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഒരു ഫുൾ ലോഡുമായിട്ട് വന്ന റബ്ബർ ഷീറ്റുമായിട്ട് വന്ന ലോറി ഇറങ്ങുമ്പോൾ നിയന്ത്രണം വിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ട് വണ്ടി മറിയുകയുണ്ടായിട്ടുണ്ട്. ദൈവഭാഗ്യത്താൽ ഡ്രൈവർ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. വലിയ ഭാഗ്യം, ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും ഉന്നയിക്കുന്ന പോലെ ഈ റോഡ് എന്ത് ശാസ്ത്രീയപരമായിട്ടാണ് ആ റോഡ് അതിൽ പണിതിരിക്കുന്നുള്ളതാണ്. ഞാൻ എന്നും വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു സാധനമുണ്ട്. അത് രാഷ്ട്രീയ ഇടപെടലുകൾ, നടുവിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ മൂലം റോഡ് അതിലെ കൊണ്ട് ആളെ കൊല്ലാൻ വേണ്ടിയാണ് അന്നത്തെ MLA KC ജോസഫ് ഈ പണി ചെയ്ത് വെച്ചിരുന്നത്. മര്യാദയ്ക്ക് ഇതിലെ റോഡ് വെട്ടിയതാണ്. അലൈൻമെൻറ്റ് കൃത്യമാക്കി റോഡ് ഇതിലെ പണിത റോഡ് അന്ന് നടുവിലെ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ കേട്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ റോഡ് അതിലേ പോയില്ലെങ്കിൽ അത് പണിയാവുമെന്ന് നിർബന്ധത്തിന് വഴങ്ങി പുള്ളി അതിലെ റോഡ് കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? ഇന്ന് ആ റോഡിൽ നടന്ന അപകടം എന്ന് പറയുമ്പോൾ 33ാമത്തെ അപകടം, 1 2 അല്ല, 33ാമത്തെ അപകടമാണ് ഇന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 33ാമത്തെ അപകടം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റോഡിന് TS പാസ്സാക്കി കൊടുത്തത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റോഡിന് അലൈൻമെൻറ്റ് തീർത്തത്? ഇനി ആളുകളെ കൊല്ലാണോ? ഇതുകൊണ്ട് തീർന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇതുകൊണ്ട് തീർന്നില്ല. അവിടുത്തെ അപകടങ്ങളൊന്നും ഇതുകൊണ്ട് തീർന്നില്ല. ഇത് തുടർക്കഥ. സീരിയൽ പോലെ നീണ്ട് എപ്പിസോഡുകൾ നീണ്ടു പോകുന്ന പോലത്തെ ഒരു കഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. എത്ര അപകടം ഉണ്ടായാലും എത്ര ജനങ്ങൾ മരിച്ചാലും അതൊന്നും ആർക്കൊരു വിഷയമല്ല. എന്ത് ശാസ്ത്രീയതയാണ് ആ റോഡിനോട്? എനിക്ക് ചോദിക്കാനുള്ളതാണ്, എന്ത് ശാസ്ത്രീയതയാണ് ആ റോഡിനുള്ളത്? ജനങ്ങളെങ്ങനെ കൊന്നെടുക്കാനാണ് ആ റോഡ് പണിത് വെച്ചേക്കുന്നത്? ഒരു അപകട സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലത്തെ റോഡാണ്. കുത്തിറക്കവും കൊടും വളവും. ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി അപകടം പറ്റുമെന്നുള്ളത് ഏതൊരു ആൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 33ാമത്തെ അപകടമാണ് അവിടെ നടന്നിരിക്കുന്നത്. 33ാമത്തെ അപകടം. ആ റോഡിൻ്റെ പേരാണ് മലയോര ഹൈവേ. ആ മലയോര ഹൈവേക്ക്, ആ റോഡിൻ്റെ അലൈൻമെൻറ്റ് പോലും കൃത്യമല്ലാത്ത റോഡിന് TS വരെ പാസ്സാക്കി കൊടുത്തു. അയാളുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗ്യം, അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അയാൾക്കൊന്നും സംഭവിക്കാറുള്ളത്. ഇങ്ങനെ ആളെ കൊല്ലാൻ വേണ്ടി റോഡുണ്ടാക്കി വെച്ച് എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ് ഈ റോഡുണ്ടാക്കി വെച്ച്? കുറച്ച് രാഷ്ട്രീയം കളിച്ചുകൊണ്ടല്ലേ? ഇതിന് രാഷ്ട്രീയമാണോ എൻ്റെ പ്രധാനം നോക്കേണ്ടിയിരുന്നത്? അന്ന് രാഷ്ട്രീയം നോക്കിയത് കൊണ്ട് ഇന്നത്ര അപകടം നടന്നു. അവിടെ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് ഇതിലേ പോകേണ്ട റോഡ് അതിലേ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതുകൊണ്ട് തീർന്നില്ല സുഹൃത്തുക്കളെ. ഇതുകൊണ്ട് തീർന്നില്ല ഈ അപകടം. ഇതിൽ അവസാനത്തെ അപകടമല്ല ഇത്. കാരണം ആ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഏത് നിമിഷം അപകടം സംഭവിക്കാമെന്ന് പറയുന്ന റോഡാണത്. അതുകൊണ്ടാണ് ഓരോ ദിവസം ആഴ്ചയിൽ മാസം ഓരോ അപകടം അവിടെ വെച്ച് സംഭവിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ശാസ്ത്രീയമായ റോഡ് പണിയാത്തതിൻ്റെ കുഴപ്പം. ഒരു നാടിന് വികസനം വരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. റോഡ് പണിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ റോഡ് കൊണ്ടുപോയി പണിത എങ്ങനെ ഇരിക്കും? എനിക്ക് നല്ല അമർഷമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ കൂടെ വരേണ്ട റോഡാണത്. അതാണ് അന്നത്തെ MLA KC ജോസഫ് രാഷ്ട്രീയ നേതാക്കളുടെ ആവശ്യപ്രകാരം അതിലെ കൊണ്ടുപോയ റോഡ്. അന്ന് പുള്ളിക്ക് പാർട്ടിയും വളർത്തണം, ഗ്രൂപ്പും വളർത്തണം. അത് പുള്ളിയെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ്. അത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാവരും അങ്ങനെ. അവർക്ക് അവരുടെ പാർട്ടി വളർത്തണം, അവർക്ക് അവരുടെ ഗ്രൂപ്പ് വളർത്തണം. വളർത്തി 33 അപകടം അവിടെ സംഭവിച്ചത്. എനിക്ക് അന്നത്തെ PW ഉദ്യോഗസ്ഥനൊക്കെ കാശ് വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ പറയും ഞാൻ, കാശ് വാങ്ങിച്ച് ഒപ്പിട്ട് കൊടുത്തു. അല്ലെങ്കിൽ അങ്ങനെ ഉദ്യോഗസ്ഥൻ വന്ന് ആ അന്നത്തെ റോഡിൻ്റെ അവസ്ഥ പരിശോധിച്ചിരുന്നെങ്കിൽ, കൃത്യമായി പരിശോധിച്ചെങ്കിൽ ഒരു കാരണവശാലും TS ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഈ റോഡ് അലൈൻമെൻറ്റ് ചെയ്ത് പണിത പോത്തുകുണ്ട് റോഡിന് TS തരാത്ത ആൾക്കാർ
അങ്ങനെ കിടക്കുന്ന റോഡിന് TS കൊടുത്തെങ്കിൽ അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. ജനങ്ങളെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. അലൈൻമെൻറ്റ് പണിത റോഡിന് TS ഇല്ല. ഒരു അലൈൻമെൻറ്റ് പോലും കൃത്യമല്ലാത്ത, ശാസ്ത്രീയത പോലും ഒട്ടുമില്ലാത്ത റോഡിന് TS സൈൻ ചെയ്ത് കൊടുത്ത് ആ റോഡിൻ്റെ പണി കഴിപ്പിച്ചു. മലയോര ഹൈവേ ആയിട്ട് അതിലെ റോഡ് പണിതു. ദിവസങ്ങൾ കഴിയുന്നവർ അവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപകടങ്ങൾ 1 2 അല്ലേ, 33ാമത്തെ അപകടം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു റോഡിൽ സെയിം സ്പോട്ടിൽ 33 അപകടം നടക്കണമെങ്കിൽ ആ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. എന്താണ് ആ റോഡിൻ്റെ അവസ്ഥ? അതിലെന്താണ് ശാസ്ത്രീയത? ഞാൻ എപ്പോഴും പറഞ്ഞത് ആളെക്കൊല്ലി വളവാണ്. ആളെക്കൊല്ലി വളവ്, ആളെ കൊല്ലാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച റോഡാണ്. ഞാനീ പറയുന്നത് പലർക്കും എന്നെ ഇഷ്ടമല്ല. ഈ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഞാനീ പറയുമ്പോൾ പലർക്കും എന്നെ കുറ്റപ്പെടുത്തും. എനിക്കത് വിഷയമല്ല. കാരണം ഞാൻ അവരാരെയും നോക്കിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ സ്വന്തം അഭിപ്രായം, എനിക്കെൻ്റെ അഭിപ്രായമുണ്ട്. ഞാനത് പറയും, ഞാൻ എവിടെയും പറയും. അല്ല, കാരണം ഞാനീ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് എല്ലാവരും കാണുന്നത്. അത് കൊള്ളുന്നതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് തോന്നുന്നത്. നാടിൻ്റെ കാര്യം പറയുമ്പം അത് രാഷ്ട്രീയമായിട്ട് തോന്നുന്നെങ്കിൽ അത് ശരിക്കും കൊള്ളുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കൊള്ളുന്നത്? ഞാൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയുള്ളത് കൊണ്ടല്ലേ കൊള്ളുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴെ വരും കമൻറ്റും ആയിട്ട്, വരട്ടെ. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറം വരുമെന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ എൻ്റേതായ അഭിപ്രായങ്ങളും വീഡിയോകളും ചെയ്തും പോസ്റ്റുകളും ഫോട്ടോകളൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. എനിക്കറിയാം ഇതൊക്കെ വരുമെന്ന്. സത്യം പറയുന്നതിന് എപ്പോഴും എല്ലാവരും കുറിച്ചുകൊണ്ടിരിക്കും. അത് പറഞ്ഞോട്ടെ. പക്ഷേ സത്യത്തിൻ്റെ മുഖം പണ്ടാരോ പറഞ്ഞ പോലെ വികൃതമായിരിക്കും. അതുപോലൊരു വികൃതമാണ് ആ റോഡ്. സത്യത്തിൻ്റെ വികൃതമാണ് ആ റോഡ്. ഇതിലേ വരേണ്ട റോഡ് കൊണ്ടേ അതിലേ പണിത് വെച്ചതിൻ്റെ ആണ് ആ വികൃതമാണ്. സത്യമാണത്. അതുകൊണ്ടാണ് ഇത്ര അപകടം വീണ്ടും 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 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, വിവരാവകാശ രേഖ. എന്തായാലും 25 ദിവസം 30 ദിവസം പിടിക്കും അതിൻ്റെ റിസൾട്ട് വരാൻ. അപ്പം അത് കിട്ടുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറയാം കേട്ടോ, തീർച്ചയായിട്ടും പറയാം. ഞാനത് നിങ്ങളെ മുന്നിൽ എന്തായാലും കാണിക്കും. എനിക്ക് കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താണ്, ആ റിപ്പോർട്ട് എന്തായാലും നിങ്ങളെ കാണിച്ചിരിക്കും കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഈ റോഡിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ കാര്യം കൂടെ പറയാനുണ്ട്, പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യമാണ്. ഈ റോഡെന്ന് അതിലേ പോയ സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണ്, അത് കോൺഗ്രസ്സുകാരായിരുന്നു പ്രതിഷേധിക്കേണ്ടതെന്ന്. എന്താ, കോൺഗ്രസ്സുകാർ മാത്രമാണല്ലോ ഈ റോഡിൽ കൂടെ പോകുന്നത്, വേറൊരു രാഷ്ട്രീയക്കാരും ഈ റോഡിൽ കൂടെ പോകുന്നില്ല. അതാ പറഞ്ഞത്, ഇവിടെ തുമ്മിയാൽ രാഷ്ട്രീയം കാണുന്ന ആൾക്കാരാണ്. ഈ നാടിൻ്റെ കാര്യം പറയുമ്പോൾ പോലും എന്താ പറയുക, രാഷ്ട്രീയം കാണുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും ദേഷ്യമോ അമർഷമോ ഒന്നുമില്ല. പക്ഷെ എൻ്റെ നാടിൽ കൂടെ എൻ്റെ നാടിന് കിട്ടേണ്ട അവകാശങ്ങൾ ഇല്ലാതാക്കിയിട്ട് മറ്റൊരു സ്ഥലത്തൂടെ കൊടുത്തിട്ട് അവിടെ അപകടങ്ങളുണ്ടാക്കി ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നത് എനിക്ക് അമർഷമുണ്ടെന്നേ. എൻ്റെ അമർഷം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളത് രാഷ്ട്രീയമായിട്ട് കാണണ്ട. നിങ്ങളുടെ രാഷ്ട്രീയമായിട്ട് കാണുന്നതുകൊണ്ടാണ്. അത് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയും. എന്നാണെന്നറിയോ, ഇതിലേ വന്നിരുന്നെങ്കിൽ ഇത്ര അപകടം ഉണ്ടാവുമായിരുന്നോ? ഈ പറയുന്ന പോലെ ആളെ കൊല്ലി വളവുകൾ ഇവിടെ ഉണ്ടോ? നടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ചെറിയ ഇറക്കമല്ലേ ഉള്ളൂ. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഇറക്കമല്ലേ, അല്ലാതെ ഇതുപോലെ 108 വളവുള്ള ഇറക്കമല്ലല്ലോ. ആണോ? ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോൾ തന്നെ അടുത്ത വളവായി. വലിയ വണ്ടി ഒന്ന് വളഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ അടുത്ത വളവിലേക്ക് എത്തി. അതുപോലെ ഹെയർ പിന്ന്. ആ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം. സാധാരണ നമ്മൾ ഹെയർ പിന്ന് പലതും കണ്ടിട്ടുണ്ട്, പല ഹെയർ പിന്നോട് യാത്രയും ചെയ്തിട്ടുണ്ട്. പലതിനും ശാസ്ത്രീയതയുണ്ട്, പലതിനും ഇല്ല, അത് സത്യം. അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗുണം പോലും ഇല്ലാത്ത റോഡാണ് ആ റോഡ്. ഇപ്പോൾ എന്തായാലും എൻ്റെ പ്രാർത്ഥന അറിയുമോ, ഉടനെ ഈ റോഡ് ബൈപ്പാസ് ഉടനെയെങ്കിലും ഈ റോഡിൻ്റെ പണി തീർന്ന പകുതി വണ്ടി ഇതിലേ പോകും. ഈ പറയുന്ന അപകടങ്ങൾ വലിയ വണ്ടികളൊക്കെ ഇതിലങ്ങ് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത്ര അപകടം അവിടെ ഉണ്ടാകത്തില്ല. എന്തായാലും ഇലക്ഷന് മുന്നേ ടെൻഡർ പോകുന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ. അപ്പം അതായത് നാട്ടിലെ രാഷ്ട്രീയക്കാരെന്നെ പറഞ്ഞതാണ്. അപ്പം നമുക്ക് നോക്കാം, ഇലക്ഷന് മുമ്പേ ടെൻഡർ പോകുമോ, ഇലക്ഷൻ കഴിഞ്ഞാണ് ടെൻഡർ പോകുന്നത്. 26-ാം തീയതി കൊടുത്തതാണേ.
ഇരുപത്താറാം തീയതി കൊടുത്തത് മാത്രമല്ല, 26-ാം തീയതി TS ഫയല് സൈൻ ചെയ്ത് പോയതാണ്. 26-ാം തീയതി കഴിഞ്ഞ മാസം 26-ാം തീയതി TS സൈൻ ചെയ്ത് ഫയൽ പോയിട്ടുണ്ടോ. ഇനി എത്ര ദിവസം പിടിക്കുമെന്ന് അറിയാമല്ലോ ഇതിൻ്റെ പ്രൊസീജിയർ. അതായത് ഇവരുടെ ഈ ടെൻഡർ കൊടുക്കണ്ടേ, പെട്ടെന്ന് ടെൻഡർ എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഇതിനെക്കുറിച്ച് നിയമപരമായിട്ട് അറിയത്തില്ല, എന്താണ് ഞാൻ അടുത്ത പ്രൊസീജിയർ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് TS പാസ്സായി കഴിഞ്ഞാൽ, അതായത് ഫയൽ സൈൻ ചെയ്ത് പോയതിന് ശേഷം സ്ഥല MLA പ്രപ്പോസൽ വെക്കണം. സ്ഥല MLA പ്രപ്പോസൽ വെച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് അത് അംഗീകരിക്കണം, അതിന് ഇഷ്യൂ ചെയ്യണം, പിന്നെ ഫണ്ട് ഇഷ്യൂ ചെയ്യണം, അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ വേണം ഈ റോഡിൻ്റെ ബാക്കി ടെൻഡർ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം കാര്യങ്ങൾ എവിടം വരെ പോകും, എങ്ങനെ പോകും, എത്രത്തോളം നീണ്ടു പോകും. ഞാനൊന്ന് പറഞ്ഞ പോലെ ഇത് നീട്ടണമെന്ന് വെച്ചാൽ ഇവർക്ക് നടക്കാമെന്നേ. ഇവർക്ക് MLA പ്രപ്പോസൽ വെക്കുന്നത് താമസിപ്പിച്ചാലും സർക്കാർ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നത് അത് ലേറ്റ് ആയാലും ഒക്കെ ഇത് താമസിക്കാം. പിന്നെ അതുപോലെ തന്നെ ടെൻഡർ കൊടുക്കേണ്ട ടെൻഡർ എങ്ങനെ കൊടുക്കുക, അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ ടെൻഡർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ വരണ്ടേ, അപ്പോൾ അതിൻ്റെ സമയം എടുക്കും. ഇലക്ഷന് മുന്നേ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇലക്ഷന് മുന്നേ നടന്നാൽ സന്തോഷം. എന്തായാലും ആ വളവിൽ തീർന്നിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. ഇനി അടുത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. വരുമെന്നേ. ഞാൻ എത്രയോ നാളുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ചെയ്ത ഒന്നോ രണ്ടോ വീഡിയോ അല്ല റോഡിനെ കുറിച്ച് സംസാരിച്ചേക്കുന്നത്. എൻ്റെ പ്രിവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ഞാൻ ആ റോഡിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ആ റോഡിൻ്റെ അപകടങ്ങളും പിന്നെ ഇതിലെ വരുന്ന റോഡും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. കാരണം ഇപ്പം ഞാൻ ചെയ്ത വീഡിയോ ശ്രദ്ധിക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇലക്ഷനായി. അപ്പം ഞാൻ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ഞാൻ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അത് സാധാരണ ജനങ്ങൾ ഉൾക്കൊണ്ടാൽ രാഷ്ട്രീയക്കാർക്ക് പാർട്ടികൾക്ക് വോട്ട് കുറയുമോ? ഞാൻ വോട്ട് ചെയ്യുന്നതാണല്ലോ ജനോട്. വോട്ട് ചെയ്യാതെ പ്രതിഷേധിക്കണം എന്നാണല്ലോ ജനോട് പറഞ്ഞേക്കുന്നത്. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വോട്ട് ചെയ്യാതെ പ്രതിഷേധിക്കണം, എന്നാലേ നമ്മുടെ അവകാശം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ റോഡ് ഇങ്ങനെ കിടക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാതിരിക്കുമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് നേരെ വരുന്ന സൈബർ ആക്രമണങ്ങളും പിന്നെ എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാട്ടിലൊക്കെ എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനെന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെയാണ് നാട്ടിൽ മൊത്തം എന്നെ ബ്ലെയിം ചെയ്യുന്നത്. ഇതൊക്കെ അറിയാമെന്നേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് അറിയാം. എല്ലാവരും പറയടാ അത് രാഷ്ട്രീയക്കാരോട് സംസാരിക്കാൻ നിന്നെ അങ്ങനെ ആക്കും ഇങ്ങനെ. ശരി, എനിക്കറിയാം, ഇതൊക്കെ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് രാഷ്ട്രീയക്കാരോട് ഇത്രേ പറയാനുള്ളൂ. രാഷ്ട്രീയമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു നാട്ടുകാരൻ, ഈ നാട്ടുകാരൻ നിലയിൽ വോട്ടർ എന്ന നിലയിൽ ഞാൻ കിട്ടേണ്ട റോഡാണെന്ന് കിട്ടേണ്ടത്. അതാണ് ഞങ്ങളെയും തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിൻ്റെ അമർഷമാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അമർഷമാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയും. അതിന് ആർക്ക് എന്ത് തോന്നിയാലും ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടി എടുത്തല്ല പറയുന്നത്. ഇവർ രാഷ്ട്രീയ പാർട്ടികളെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയതാണെന്നേ. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട അവർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സംസാരിക്കും. ഇത്രയും വർഷമായില്ലേ KC ജോസഫ് ഇത്രയും 30-35-40 വർഷത്തോളം ഇവിടെ MLA ആയിട്ടിരുന്ന ആളാ. പുള്ളിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു മലയോര ഹൈവേ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ട് മലയോര ഹൈവേ അതിലേ കൊണ്ടുപോയതാണ്. പിന്നെ നമ്മുടെ അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇതിലും ടാർ ചെയ്യുന്നത്. ആ ടാർ ചെയ്ത് പോയതിന് ശേഷം ഇതിലെ പിന്നെ റോഡ് വന്നിട്ടില്ല. ഒരു റീടാർ പോലും ചെയ്തിട്ടില്ല. റീടാർ പോലും ചെയ്യാതെ ഇത്രയും കൊല്ലം കിടന്നു. ഇത് പേച്ച് വർക്ക് ചെയ്ത് എന്താ പറയണ്ടേ, ഓരോ സ്ഥലത്ത് വലിയ മലകൾ പോലെ ഇരിക്കുന്ന റോഡുകളിൽ. അതിലാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറച്ച് പുതിയ ബസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിൽ പണി നടക്കുമെന്നുള്ള എന്തൊരു വിവരം കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇതിലെ പുതിയ വണ്ടി കൊണ്ടുവന്നത്. അതിന് എത്ര നാൾ നടക്കുമെന്ന് അറിയത്തില്ല, എത്ര ദിവസം അവർ ഇതിൽ വണ്ടി ഓടുമെന്ന് അറിയത്തില്ല. അല്ല, ഇങ്ങനെ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആവുകയെ. ഇപ്പോൾ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ ആ വണ്ടി കൊടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി ഇതിൽ ഓടിയാണ് വണ്ടി ഏകദേശം പണിയായത്. പക്ഷേ ഞാൻ ആ വണ്ടി പൊന്നുപോലെ കൊണ്ടുവന്നത്. എത്ര പണിയായാലും വീണ്ടും ഞാൻ വണ്ടി കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പാർട്സ് പോലും ഞാൻ കൃത്യമായിട്ട് മാറിക്കൊണ്ടാണ്, റിപ്പയർ പോലും ചെയ്യാതെ കൃത്യമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് മാറ്റി പുതിയത് തന്നെ വാങ്ങിച്ചിട്ട് ഇട്ട് അങ്ങനെ കൊണ്ടു നടക്കും. പക്ഷേ അതൊരു സ്കൂട്ടർ ആയതുകൊണ്ട്, നേരെ മറിച്ചൊരു കാറോ ജീപ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ ചിലവ് വരും.
നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് വാഹനമുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും ആശ്രയിക്കുന്ന ഈ റോഡാണ്. ഇവരൊക്കെ വണ്ടി കംപ്ലൈൻ്റ് അല്ലേ? ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ചാടി ചാടി പോകുമ്പോൾ വണ്ടിക്കെല്ലാം കംപ്ലൈൻ്റ് അല്ലേ? അതുപോലെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ നടുവിൻ്റെ കാര്യം. കാറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ട് നടുവിന് വലിയ സീനില്ല. നേരെ മറിച്ച് സ്കൂട്ടറിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ ഈ സ്കൂട്ടറിൻ്റെ ചക്രം ചെറുതായതുകൊണ്ട് തന്നെ നല്ല ചാട്ടമായിരിക്കും. നടുവിനൊക്കെ നല്ല കംപ്ലൈൻറ്റാണ്. നടുവേദന ഇല്ലാത്തവർക്ക് നടുവേദന വരും. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലെന്നേ. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഞാൻ ഈ പറയുന്ന എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനോ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല. ഇത് മൊത്തം നാടിൻ്റെ വിഷയമാണ്, നാടിന് മൊത്തം കിട്ടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്നോട് വെറുതെ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഈ റോഡ് കിട്ടുന്നവരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ റോഡ് നമുക്കിതിലെ വരുന്നവരെ ഈ റോഡിൻ്റെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ ഉന്നയിക്കാൻ എനിക്കൊരു സമയം കിട്ടില്ലേ പോലും അതിനായിട്ട് ദൈവം ഇതുപോലെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരും നിങ്ങളുടെ മുന്നിലേക്ക്. ഇതിലേ വരേണ്ട റോഡ് അതിലേക്ക് കൊണ്ടുപോയതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദൈവം കാണിച്ചു തരുന്ന അഴിമതി കാണിക്കുമ്പോൾ അതൊക്കെ എന്താ പറയുക, നമുക്കെപ്പോഴും സത്യങ്ങളെപ്പോഴും മൂടി വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഇങ്ങനെ പുറത്ത് വരും. അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ റോഡ് പണി നടക്കട്ടെ, എത്രയും പെട്ടെന്ന് റോഡാവട്ടെ. ഈ പറഞ്ഞ പോലെ മാക്സിമം വണ്ടി ഇതിലേ പോകുന്നേ, ഇതിലേ അത് റോഡായി കഴിഞ്ഞാൽ വണ്ടികൾ ഇതിലേ തന്നെ പോകും. കാരണം അത്രയും വലിയ കുത്തിറക്കൊന്നും ഇത്രയും ലോഡും വെച്ചൊന്നും ഇറങ്ങാൻ ആരും നിൽക്കുകയില്ല. റോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലെ ആൾക്കാർ ഇതിലേ പോകും. വെറുതെ അതിലേ പോയിട്ട് ഇതുപോലെ അപകടം ഉണ്ടാകാൻ നിൽക്കുകയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിലേ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അപകടം ഉണ്ടാകുന്നല്ല, ഉണ്ടാകില്ല എന്നല്ല പറഞ്ഞത്, ഉണ്ടായേക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു കുത്തിറക്കവും ഇതുപോലുള്ളൊരു ആളെ കൊല്ലുന്ന വളവുകളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും നമുക്ക് എത്രയും പെട്ടെന്ന് റോഡ് കിട്ടട്ടെ. ഈ പറഞ്ഞ പോലെ ഇനിയും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അവിടെ. പക്ഷേ എങ്ങനെ പറയുന്നുണ്ടെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുന്നേ. ആ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. നമുക്ക് പറയാനേ പറ്റുള്ളൂ, പ്രാർത്ഥിക്കാനുള്ളൂ, ദൈവമേ അപകടങ്ങൾ ഉണ്ടാവില്ലേ എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപകടങ്ങൾ ഉണ്ടാവാവുന്ന രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥ. അതിന് എനിക്ക് മനസ്സിലാകാത്ത ഈ ഉദ്യോഗസ്ഥന്മാർ കാശ് വാങ്ങിച്ചിട്ട് ഇങ്ങനെയാണ് ഇതിനൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നതെന്നുള്ളത്. അലൈൻമെൻറ്റ് കൃത്യമായ റോഡിന് ഒപ്പില്ല, അലൈൻമെൻറ്റ് പോലും ശരിയല്ലാത്ത ഒരു ശാസ്ത്രീയതും ഇല്ലാത്ത റോഡിനുകൊണ്ട് ഒപ്പിട്ടൊക്കെ ഇട്ട് TS ഒക്കെ കൊടുത്ത് ആ റോഡ് പണി ഇടിപ്പിച്ചു. അതിൻ്റെ മുന്നിലെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. അതൊക്കെ പോട്ടെ, രാഷ്ട്രീയം സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കതിട്ട് താല്പര്യമില്ല. നമുക്ക് നമ്മുടെ നാടിൻ്റെ ആവശ്യം ഉന്നയിക്കുക, അത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ എൻ്റെ നാടിൻ്റെ ആവശ്യങ്ങളെ എനിക്ക് ഉന്നയിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പറയും. നമ്മുടെ നാടിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റോഡെന്ന് പറയുന്നത്. റോഡില്ലാതെ എത്ര വർഷങ്ങളായെന്നറിയും. അപ്പോൾ റോഡ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, അവിടെ 33ാമത്തെ അപകടം കേട്ടോ, 33ാമത്തെ അപകടം. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു എങ്ങനെ ഒരു 3 പേരോ 4 പേരോ കണ്ടൊന്നും മരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ജീവനാണ് പോകുന്നത്. നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകും, മരിച്ചു എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ ജനങ്ങൾ പറയുമല്ലോ, അപ്പം അങ്ങനെ പറയാം. പക്ഷേ ഒരു ജീവനാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ വലിയ നഷ്ടങ്ങളല്ലേ. ഒരു ജീവൻ നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമുക്ക് എന്തിനേക്കാളും വില മതിക്കാത്തതാണ് ഒരു ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത് രാത്രി നടന്ന സംഭവമാണ്. ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്നാണ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അറിയുന്നത്. എടാ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നീ അറിഞ്ഞോ? ഞാൻ പറയില്ല, ഇവിടെ വളവിൽ ഇങ്ങനൊരു അപകടം നടന്നിട്ടുണ്ട്. അപ്പം നീ പറഞ്ഞ പോലെ തന്നെ അത് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ രാവിലെ വിളിച്ച് അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തന്നു രാവിലെ തന്നെ. ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പണി തീരട്ടെ, എന്നാൽ തന്നെ പകുതി ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരി, അടുത്തൊരു വിഷയമായിട്ട് കാണാം.